കാലം ഒരിക്കൽ കൂടി ആ കളിമൈതാനത്തേക്ക് ചുരുങ്ങിയെത്തിയിരിക്കുന്നു. കാൽപന്ത് കളിയുടെ ലോകം ഒരുമിക്കുന്ന അതിൻ്റെ മാന്ത്രിക നിമിഷം. രണ്ടായിരത്തി ഖത്തറിലെ തീവ്രമായ വികാരങ്ങൾ കെട്ടടങ്ങും മുമ്പേ ലോകം ഇപ്പോൾ 2026 ഉറ്റുനോക്കുകയാണ്. വടക്കേ അമേരിക്കൻ മണ്ണിൽ കാനഡയും മെക്സിക്കോയും അമേരിക്കൻ ഐക്യനാടുകളും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മഹോത്സവം. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, പുതിയ നിയമങ്ങൾ, ഒരു വിസ്മയക്കാഴ്ചയുടെ അരങ്ങുണരുന്നു. കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ഫുട്ബോൾ ലോകം കണ്ട മാറ്റങ്ങളും പുതിയ താരോദയങ്ങളും പഴയ ഇതിഹാസങ്ങളുടെ വിടവാങ്ങൽ യാത്രയും ഒരുമിച്ച് ചേരുമ്പോൾ ഈ ലോകകപ്പ് ഒരു കാൽപന്ത് കളി മത്സരം എന്നതിലുപരി ഒരു യുഗസന്ധിയായി മാറിയിരിക്കുകയാണ്. ആവേശത്തിൻ്റെ തിരമാലകൾ ഇനി എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സ്വാഗതം മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ പ്രതീക്ഷകളും ഗ്രൂപ്പുകളും നമുക്കിന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. കഴിഞ്ഞ ദിവസം നടന്ന ഗ്രൂപ്പ് നിർണയ ചടങ്ങോടെ ലോകകപ്പിൻ്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. 12 ഗ്രൂപ്പുകൾ ഓരോ കഥകളാണ് പറയുന്നത്. ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ കൊറിയ എന്നീ കരുത്തരമായി ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് യൂറോപ്യൻ പ്ലേ ഓഫ് വിജയിയും ഒരു വെല്ലുവിളിയാകാം. മെക്സിക്കോയ്ക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കുക എന്നത് കാനഡയെയും അമേരിക്കയും പോലെ തന്നെ എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ അവിടെ തീപാറുന്ന പോരാട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ, മൊറാക്കോ, സ്കോട്ട്ലൻഡ്, ഹെയ്തി എന്നിവർക്കൊപ്പമാണ്. 2022 സെമി ഫൈനലിസ്റ്റുകളായ മൊറാക്കോ ആഫ്രിക്കൻ ഫുട്ബോളിലെ പുതിയ ശക്തികളാണ്. കഴിഞ്ഞ ലോകകപ്പിലെ അവരുടെ പ്രകടനം ബ്രസീലിന് ഒരു കടുപ്പമേറിയ എതിരാളിയായിരിക്കും എന്ന് സൂചന നൽകുന്നു. സ്കോട്ട്ലൻഡിന്റെ ശാരീരികക്ഷമതയും മത്സരവീര്യവും ഈ ഗ്രൂപ്പിനെ കൂടുതൽ സങ്കീർണമാക്കും. കണക്കിലെടുക്കേണ്ട മറ്റൊരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഐ. നിലവിലെ ലോകകപ്പ് ഫൈനലിസ്റ്റുകളായ ഫ്രാൻസ്, സെനഗൽ, നോർവേ, ഒരു ഇന്റർ കോണ്ടിനൽ പ്ലേ ഓഫ് വിജയി എന്നിവർക്കൊപ്പമാണ്. നോർവേക്ക് വേണ്ടി കളിക്കുന്ന എർലിംഗ് ഹാലൻഡ് എന്ന യുവപ്രതിഭ ഫ്രഞ്ച് പ്രതിരോധത്തിന് വലിയ ഭീഷണിയാണ്. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ സെനഗലിന്റെ വേഗതയും ശക്തിയും ഫ്രാൻസിന് കാര്യങ്ങൾ എളുപ്പമാക്കില്ല. ഈ ഗ്രൂപ്പ് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്റൻസിറ്റിയുടെ കാര്യത്തിൽ ഒന്നാമതായിരിക്കും. സൂപ്പർ താരങ്ങൾ അരങ്ങുവാഴുന്ന ഗ്രൂപ്പുകൾ വേറെയുമുണ്ട്. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സ്, ജപ്പാനും ടുണീഷ്യക്കുമൊപ്പം ചേരുമ്പോൾ ഗ്രൂപ്പ് എച്ചിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ, മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയുമായി ഏറ്റുമുട്ടും. ഗ്രൂപ്പ് എൽ ആകട്ടെ 2018 ഫൈനലിസ്റ്റുകളായ ക്രൊയേഷ്യയും ശക്തരായ ഇംഗ്ലണ്ടും ഘാനയും പനാമയും ചേർന്ന ഒരു കടുപ്പമേറിയ ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പുകളും ഓരോ യുദ്ധങ്ങളാണ്. വിജയികളെ പ്രവചിക്കുക എന്നത് ഫുട്ബോളിൽ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. ലോകകപ്പിൻ്റെ വേദി ഒരുങ്ങുമ്പോൾ കിരീടത്തിനായി പോരാടാൻ ഒരുപിടി ടീമുകൾ തയ്യാറെടുക്കുന്നുണ്ട്. ജർമ്മനി ഗ്രൂപ്പ് ഇയിൽ ഐവറി കോസ്റ്റ്, ഇക്വഡോർ, കുറാസാവോ എന്നിവരോടൊപ്പമാണ്. കഴിഞ്ഞ 2 ലോകകപ്പുകളിലെ അവരുടെ മോശം പ്രകടനങ്ങൾ മായ്ച്ചു കളയാൻ അവർക്ക് ഈ ലോകകപ്പ് ഒരു അവസരമാണ്. യുവതാരങ്ങളുടെയും പരിചയസമ്പന്നരുടെയും മികച്ച മിശ്രിതം ജർമ്മൻ ടീമിനുണ്ട്. അവർ എപ്പോഴും ഒരു ടൂർണമെൻറ്റ് ടീമാണ്. പോർച്ചുഗൽ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ, ഒരു പ്ലേ ഓഫ് വിജയി എന്നിവർക്കൊപ്പമാണ്. അവരുടെ ടീം പുതിയ താരങ്ങളാൽ സമ്പന്നമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം ടീമിന് ഒരു വലിയ പ്രചോദനം കൂടിയാണ്. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് എല്ലിൽ ക്രൊയേഷ്യ, ഘാന എന്നിവരോടൊപ്പമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഇംഗ്ലണ്ട് ടീം ഇത്തവണ കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിലൊന്നാണ്. ക്രൊയേഷ്യ അവരുടെ സ്ഥിരം എതിരാളികളാണ്. ഘാന ആഫ്രിക്കൻ ശക്തിയും. എങ്കിലും ഇംഗ്ലീഷ് ടീമിന്റെ യുവത്വവും കളിമികവും ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ അവർക്ക് സഹായകരമാവും. സ്പെയിൻ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ, കേപ്പ് വെർഡെ, സൗദി അറേബ്യ എന്നിവർക്കൊപ്പമാണ്. അവരുടെ ടിക്കി ടാക്ക ശൈലിക്ക് പുതിയ രൂപം നൽകി യുവനിരയുമായി എത്തുന്ന സ്പെയിൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉറുഗ്വേയുടെ പ്രതിരോധത്തെ മറികടക്കേണ്ടതുണ്ട്. ഇറ്റലി, നെതർലൻഡ്, ബെൽജിയം തുടങ്ങിയ ടീമുകൾ അവരുടെ യുവനിരയെ ലോകകപ്പിൽ പരീക്ഷിക്കാനുള്ള അവസരമായി ഇതിനെ ഉപയോഗിക്കും. എങ്കിലും കിരീടം നേടാനുള്ള യഥാർത്ഥ പോരാട്ടം യൂറോപ്പിലെയും തെക്കേ അമേരിക്കയിലെയും ബമ്പന്മാർ തമ്മിലായിരിക്കും. പുതിയ ഫോർമാറ്റ് കാരണം നോക്കൌട്ട് റൗണ്ടുകളിൽ അപ്രതീക്ഷിത ടീമുകൾ മുന്നേറാൻ അവസരമുണ്ടാകുമെങ്കിലും അവസാന പോരാട്ടങ്ങളിൽ പാരമ്പര്യത്തിൻ്റെയും അനുഭവസമ്പത്തിൻ്റെയും കളിമികവിൻ്റെയും ശക്തി വിജയിക്കാനാണ് സാധ്യത. ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിനെ വൈകാരികമായി ഉയർത്തിപ്പിടിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ 2 ഇതിഹാസങ്ങളുടെ ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ഒരുപക്ഷെ അവസാന ലോകകപ്പായിരിക്കും എന്ന വസ്തുതയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഗ്രൂപ്പ് ജെയിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നിവർക്കൊപ്പമാണ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഘട്ടം അത്ര കടുപ്പമേറിയതല്ല. മെസ്സിയുടെ സാന്നിധ്യം ടീമിന് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്.
2022 വിജയം അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. മെസ്സിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ലോകകപ്പ് നേടാൻ അർജന്റീനയുടെ യുവനിര പോരാടുക തന്നെ ചെയ്യും. 2022 കിരീടം അവർക്ക് മേലുള്ള സമ്മർദ്ദം കുറച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ ചാമ്പ്യന്മാരെ വീഴ്ത്താൻ ലോകം മുഴുവൻ കാത്തിരിക്കുന്നുണ്ടാവും. മെസ്സി ഒരു ഇതിഹാസമായി തന്നെയായിരിക്കും ലോകകപ്പിൽ നിന്നും മടങ്ങുന്നത്. അദ്ദേഹത്തിന് ആ സ്വപ്നം നേരത്തെ തന്നെ യാഥാർത്ഥ്യമായതിനാൽ ഒരു സമ്മർദ്ദവുമില്ലാതെ കളിക്കാൻ സാധിക്കും. മറുവശത്ത് പോർച്ചുഗലിന്റെ പ്രതീക്ഷകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ അർപ്പിതമാണ്. അദ്ദേഹത്തിന്റെ പ്രായം ഒരു വെല്ലുവിളിയാണെങ്കിലും ഫിറ്റ്നസും ഗോൾ നേടാനുള്ള അഭിനിവേശവും അദ്ദേഹത്തിന് കരുത്ത് നൽകുന്നു. ഗ്രൂപ്പ് ഘട്ടം കടന്ന് പോർച്ചുഗലിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് റൊണാൾഡോയുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. മെസ്സിയും റൊണാൾഡോയും നേർക്കുനേർ വരാനുള്ള സാധ്യത നോക്കൌട്ട് ഘട്ടങ്ങളിൽ ഒരു സ്വപ്ന ഫൈനലിന് തുല്യമായിരിക്കും. ഫ്രാൻസ് ആകട്ടെ കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളാണ്. ഗ്രൂപ്പ് ഐയിൽ അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി നോർവേ ആണ്. കിലിയൻ എംബാപ്പ എന്ന സൂപ്പർ താരം ഫ്രാൻസിന്റെ കുന്തമുനയാണ്. അദ്ദേഹത്തിന്റെ വേഗതയും ഗോൾ സ്കോറിംഗ് മികവും ഫ്രാൻസിനെ എപ്പോഴും അപകടകാരികളാക്കുന്നു. നോർവേയുടെ എർലിംഗ് ഹാലൻഡ് എംബാപ്പെ പോരാട്ടം ഈ ലോകകപ്പിലെ പ്രധാന ആകർഷങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. ഫ്രാൻസിന് കിരീടം നേടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ ഗ്രൂപ്പ് ഐ ഒരു മിനി ഗ്രൂപ്പ് ഓഫ് ഡെത്തായി കണക്കാക്കാം. അവിടെ സെനഗലിന്റെയും നോർവേയുടെയും വെല്ലുവിളികൾ അവർക്ക് തലവേദന സൃഷ്ടിക്കും. യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായ ഫ്രാൻസ് ലോകകപ്പിൽ അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ശക്തിയായി തുടരുമെന്നതിൽ സംശയം തന്നെയില്ല. വടക്കേ അമേരിക്കയുടെ വിശാലമായ മൈതാനങ്ങളിൽ 2026 ലോകകപ്പിനുള്ള പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ഗ്രൂപ്പുകൾ തീരുമാനിക്കപ്പെട്ട ഈ നിമിഷം പ്രതീക്ഷകളുടെ കൊടുമുടിയിലാണ് ഓരോ ഫുട്ബോൾ പ്രേമിയും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 104 മത്സരങ്ങൾ. ഇത് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വിരുന്നാണ്. പഴയ വീര്യത്തിന്റെ അലകൾ, പുതിയ താരങ്ങളുടെ മിന്നലാട്ടങ്ങൾ, മെസ്സിയുടെയും റൊണാൾഡോയുടെയും അവസാനത്തെ വൺമാൻ ഷോ, ചരിത്രം തിരുത്തിക്കുറിക്കാൻ കാത്തിരിക്കുന്ന യുവത്വത്തിന്റെ ചുറുചുറുക്ക്, ആഫ്രിക്കൻ ഏഷ്യൻ ടീമുകളുടെ അട്ടിമറി സ്വപ്നങ്ങൾ എല്ലാം ഈ ലോകകപ്പിനെ അവിസ്മരണീയമാക്കും. കപ്പും കാത്തിരിക്കുന്ന ആ ജൂലൈ രാത്രിയിലേക്ക് ഇനി അധിക ദൂരമില്ല. ആരായിരിക്കും 2026 ലോക ചാമ്പ്യന്മാർ? ആരെല്ലാം അപ്രതീക്ഷിത കുതിപ്പുകൾ നടത്തും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ കളി തുടങ്ങണം. ലോകകപ്പ് ഫുട്ബോൾ എന്ന ആ വികാരം ഒരിക്കൽ കൂടി ലോകത്തെ കീഴടക്കാൻ തയ്യാറെടുക്കുന്നു. ഈ ആവേശം അണപൊട്ടിയൊഴുകാൻ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.